അന്ന് മക്കൾക്കുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നെ അമ്പലത്തിൻ കോണിൽ നിന്നും മലകുകൾ ചൊല്ലി പാടിയിരുന്നേ അന്തരയമോടിയെന്ന് അഗ്നികെട്ടണഞ്ഞേ ഉടനെ അമ്മയിലായി കോമലയായി മുത്തിരി പുഞ്ചിരിയും കണ്ണ് വന്നേ അന്ന് പകലും കണ്ണു തുറന്ന് പൈതൽ പിറന്ന് അന്ന് മക്കൾക്കുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നെ അമ്പലത്തിൻ കോണിൽ നിന്നും മലകുകൾ ചൊല്ലി പാടുന്നേ അമ്പിളിക്കലയായി തളിയുമിലയായി കുറേശ്ശി കുലത്തിലെ പൂവിരിഞ്ഞേ ഇരുണ്ട പകലും ഇടരും വഴിയും വെളിനിലാവിൻ കുടവണിഞ്ഞേ മക്കത്തെ മരുവിൽ മുകിലായി പ്രണയമെഴുതിയവരേ ഹൃദയമുറിയണ വേദന പറയാൻ അരികിലാണ് കൊതിയേ മുത്തിനബി സത്യനബി കരുണാവനമേ അന്ന് മക്കൾക്കുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നെ അമ്പലത്തിൻ കോണിൽ നിന്നും മലകുകൾ ചൊല്ലി പാടിയിരുന്നേ നയനം പറയും കഥനം വരണ്ട മനസ്സിലെ കുടിലകൾ പ്രണയചഷകം പതിനയിടയിൽ തെളിയും നൂറിൻ കവചങ്ങൾ ഇവിടെ പലരും കൊണ്ടുവരും ധനികൻ അങ്ങേ പുണരും ധന്യമതിയിൽ യജനായ മതിയേ കണ്ണുകരളും ഒന്നും കുളിരാൻ തരണം വിരിയേ അന്ന് മക്കൾക്കുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നെ അമ്പലത്തിൻ കോണിൽ നിന്നും മലകുകൾ ചൊല്ലി പാടിയിരുന്നേ അസ്സലാമു അലൈക്കും. ഒരുപാട് കഥകളും മറ്റും കേട്ടിരിക്കുന്ന നിങ്ങളോട് ഒരു വികൃതി പേരിന്റെ കഥ പറയാൻ ഞാൻ വന്നത്. ചിലർക്കും ആ സാമ്പാർ നമ്മിൽ ചിലർക്കും ഉണ്ടായേക്കാം. പക്ഷേ കാര്യം പറയുമ്പോൾ ആരും രക്ഷപ്പെടരുത്. കഥ കേട്ടോളൂ. ഞാൻ പറയാം. മതിയെ ഒരു മുമ്പൊരു കുട്ടി ഉണ്ടായിരുന്നു. മഹാവികൃതി പഴത്തോട്ടത്തിൽ കേറി കല്ല് എറിഞ്ഞു കിട്ട പഴങ്ങൾ സത്യം നാടി വികൃതി കുട്ടി വന്നപ്പോൾ തോട്ടം ഉടമകൾ നാടി ചെറുക്കനെ പിടികൂടി. പിന്നെ മുത്തിനെ മുമ്പിൽ ഹാജരായി. മുത്തിനെ വീടിക്ക് മുമ്പിലാണ് എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ ആകെ പേടിച്ചു ആളുകളുടെ കാര്യങ്ങൾ കല്ലറിയാതെ ഇങ്ങനെ ഈത്തപ്പഴ കിട്ടുവാൻ അവൻ നബിയോട് ചോദിച്ചു. കുട്ടിയുടെ വിവരം ഇല്ലായ്മയായിട്ട് നബി ചിരി വന്നു. മരത്തിൽ കല്ലെറിയുന്നത് അത് മരത്തിലും പഴത്തിലും കേടുവരുന്നു. പഴത്ത് പാകമാകുമ്പോൾ പഴങ്ങൾ താഴ്ന്നു. അപ്പോൾ എടുത്തു നിൽക്കുക. അവർക്ക് സമാധാനം. മുത്തിനില്ല ഉപദേശം അവൻ സ്വീകരിച്ചു. നോക്കൂ കൂട്ടുകാരെ, കഥ എവിടെയുണ്ട്? നാമൊക്കെ മരത്തിൽ കല്ലറിയാനില്ലേ? പാടില്ലെന്നാണ് നബി പഠിപ്പിച്ചത്. അത് മരത്തിൽ ഉപദ്രവിക്കലാണ്. കയ്യുമെങ്കിൽ നമുക്കൊരു മരം നട്ട് പിടിപ്പിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ റഹ്മ. കാസർഗോഡാണ് വീട്. സത്യറസൂലേ ഉത്തമനൂറേ വർണ്ണനെ പറയുന്നേ നിത്യനിലാവേ പാടുന്ന
കൊതിച്ച് പടച്ചവൻ പറഞ്ഞുള്ള റഹ്മാൻ കുർആനെ കണ്ണീരായ സുജൂദിലെയും ആ റസൂലിനെ അറിയുമ്പോൾ സത്യറസൂലേ ഉത്തമനൂറേ പറഞ്ഞെങ്ങനെ പറയുന്ന നിൽക്കുന്നില്ലാവേ പത്തരമാറ്റേ പൂർണ്ണമിനെങ്ങനെ പറയുന്ന കൊതിച്ച് പടച്ചവൻ പറഞ്ഞുള്ള റഹ്മാനെ തമ്പുരാനെ കൊതിച്ച് പടച്ചവൻ പറഞ്ഞുള്ള റഹ്മാനെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പരമുറ്റത്തമ്മി വന്നതിന ബിയരാജനക നാണു എന്നമ്പിയ രാജനക നാണു ചന്ദകനെ ഈ ഇതളു വിളിച്ചണി മുറ്റമുഴത്തമണ കാണു പൂമുറ്റമുഴത്തമണ കാണു പൂങ്കയിലെ നീ പാട്ട് പാടിയ എൻ്റെ ഹബീബിനുറ കാണു ഈ എൻ്റെ ഹബീബിനുറ കാണു അമ്പരമുറ്റ തമ്മി വന്നതിലമ്പി രാജനെ കാണു എന്നമ്പിയ രാജനെ കാണു ചന്ദകനെ ഈ ഇതളു വിളിച്ചനെ മുറ്റമുഴത്തമണ കാണു പൂമുറ്റമുഴത്തമണ കാണു. അസ്സലാമലൈക്കും. പാതയിലൂടെ നടന്നാലേ എത്തിയ ബുദ്ധമില്ലായിരുന്നാല് സ്വർഗമെന്നൊരു പൂന്തോപ്പിൽ സുഖസാഴൊഴുകും പൂന്തോപ്പിൽ സത്യത്തിന്റെ വെച്ചോബായി വന്ന മുത്ത് റസൂലുള്ള വാഴൽ വീശി പുഞ്ചിരി തൂബി അല്ലമീന നബിയുള്ള തിരുവല്ലമീന നബിയുള്ള ഏകയിലാഹിന്ദിരസിലാം പാടയിലൂടെ നടന്നാലേ എത്തിയ ബുദ്ധം ലാഹിരനാൾ സ്വരീകമെന്നൊരു പൂന്തോപ്പിൽ സുഖസാന്യൊരു പൂന്തോപ്പിൽ. അസ്സലാമലൈക്കും. ഇടയത്തിലെഴുതിയ വരികൾ മഹബൂബനമടിയും മൊഴികൾ അതരത്താൽ പാടിയാണ് ഇഷ്കിൻ തീരത്ത് അണയണം നബിയുടെ ചാരത്ത്. നെടിയോടി നടന്ന മദീനത്ത് ഇടയത്തിലെഴുതിയ വരികൾ മഹബൂബനമടിയും മൊഴികൾ അതരത്താൽ പാടിയാണ് ഇഷ്കിൻ തീരത്ത് അണയണം നബിയുടെ ചാരത്ത്. നെടിയോടി നടന്ന മദീനത്ത്.
കാത്തിരുന്നു വന്നോരു ഭാഗ്യമാ ദൂരെ 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 എന്റെ കയ്യൊന്നുമില്ല ഇവരെ അങ്ങനെ നെഞ്ചിലെ സൂര്യനെ ആ കണ്ണ കണ്ണിരുന്നു കാണുവാൻ ആദരവുന്ന പാതയിരുന്നു പോലുവാൻ മണ്ണിൽ തലചായ്ക്കുന്നു കടമേ കടമേ കൊതിരിയുമോ തലയിൽ മണ്ണിൽ നീരുമോ ഓർത്തിരിത്ത് നടന്നോ കഴിയുമോനിലേ മുഖകരിഞ്ഞി വിട കഴിയുമോനിലേ മതിയിലേക്ക് ചെന്നാൽ ഉപ്പ ഉമ്മ അലിയുമ്മേ ഇഷ്ടം ഞങ്ങളുടെ വിനോദമില്ല ഇല്ല ബിരുഹുബിരസുദില്ല ഉപ്പ ഉമ്മ അലിയുമ്മേ ഇഷ്ടം Assalamualaikum.